പോർട്ട്മാന്റ്യൂ വേർഡ്സ് എന്ന് പറയാം. നമ്മുടെ ഗ്രാമർ വൊക്കാബുലറി സെഷനില്ലേ, അപ്പം അതിനകത്ത് വരാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ് പോർട്ട്മാന്റ്യൂ വേർഡ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് പോർട്ട്മാന്റ്യൂ വേർഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ രണ്ട് വാക്കുകൾ, രണ്ട് വാക്കുകളുടെ ഭാഗങ്ങൾ ചേർത്തിട്ട് പുതിയൊരു വേർഡ് ഉണ്ടാക്കും. അപ്പോൾ ഈ പുതിയൊരു വേർഡിന് എന്താണ്, രണ്ടിൻ്റെയും കൂടെ എന്താണ് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു മീനിങ് എന്ത് ചെയ്യും, ഉണ്ടാവും. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ പോർട്ട്മാന്റ്യൂ വേർഡ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ബ്രഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച്. ഓക്കെ, അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എന്ന് പറയുന്ന രണ്ട് വേർഡ്സും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ബ്രഞ്ച്. ഓക്കെ, അടുത്ത് സ്മോക്കും ഫോഗും കൂടെ ചേർത്തുള്ള വാക്കാണ് ഇത് സ്മോഗ്. അടുത്ത് മൊട്ടേൽ. ഓക്കെ, മോട്ടോർ പ്ലസ് എന്താണ്, ഹോട്ടൽ, അത് ചേരുമ്പോഴത്തേക്കാണ് എന്ത് വരിക, മൊട്ടേൽ. അടുത്ത് ബ്ലോഗ്. ഓക്കെ, വെബ് പ്ലസ് ലോഗ്, അതാണ് എന്താ പറയുക, ബ്ലോഗ് എന്ന് പറയുക. ഓക്കെ, നിങ്ങൾ വ്ലോഗ് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, വീഡിയോ പ്ലസ് ലോഗ്. ഓക്കെ, അതിനെ നമുക്ക് എന്ത് പറയാം, ചുരുക്കി എന്ത് പറയാം, അല്ലെങ്കിൽ ചേർത്ത് എന്ത് പറയാം, വ്ലോഗ് എന്ന് പറയാം. ഓക്കെ, അതേപോലെ വെബ് പ്ലസ് ലോഗ്, ബ്ലോഗ്. ഓക്കെ, അടുത്ത് സിറ്റ്കോം ഉണ്ട്, സിറ്റുവേഷൻ കോമഡി. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സിറ്റ്കോം എന്ന് പറയുക. അടുത്ത് സ്പൂൺ പ്ലസ് ഫോർക്ക് ചേർത്തെന്ന് പറയാം, സ്പോർക്ക് എന്ന് പറയാം. സ്പൂണും ഫോർക്കും കൂടെ ചേർന്നിട്ട് രണ്ടിൻ്റെയും കൂടെ ഫങ്ഷൻ എന്താണ് ചെയ്യുന്ന ഒരു സാധനം. ഓക്കെ, അപ്പം സ്പൂണ് പോലെ കുഴിഞ്ഞിരിക്കുന്ന എന്താണ് ഒരു രൂപവും, എന്നാൽ ഫോർക്ക് പോലെ എന്താണ് പോയിൻറ്റഡ് ആയിട്ടുള്ള എന്താണ് ഒരു എന്താണ് സ്ട്രക്ചറുമുള്ളൊരു എന്താണ് സാധനം. അതിനെ നമുക്ക് എന്തെന്ന് പറയാം, നമുക്ക് സ്പോർക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പം സ്പൂണ് പോലെ ഇരിക്കും, എന്നാൽ ഫോർക്ക് പോലെ എന്തും ഉണ്ടാവും, അതിന് ഇങ്ങനെ നീണ്ടിരിക്കുന്ന ഭാഗം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് രണ്ടിൻ്റെയും പർപ്പസ് എന്ത് ചെയ്യാം, ഒറ്റ സാധനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത് ഫ്രെനിമി. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ടും എനിമി. ഓക്കെ, അതിൻ്റെ പോർട്ട്മാന്റ്യൂ വേർഡാണ് ഇത് ഫ്രെനിമി. ഓക്കെ, എന്ന് വെച്ചാൽ പുറമെ കാണുമ്പോൾ നമുക്ക് സുഹൃത്തിനെ പോലെയായിരിക്കും, നമ്മളോട് ബിഹേവ് ചെയ്യുന്ന സുഹൃത്തായിട്ടായിരിക്കും, പക്ഷേ പുള്ളിയുടെ ഉള്ളിൽ എന്താണ് നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഒരു ശത്രുത ഉണ്ടാവാം. ഓക്കെ, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഫ്രെനിമി എന്ന് പറയാം. ഓക്കെ, ദെൻ ഹാങ്ക്രി. ഓക്കെ, അപ്പം ഹംഗ്രി പ്ലസ് ആംഗ്രി. ഓക്കെ, അതിന് നമുക്ക് എന്താ പറയാം, ഹാങ്ക്രി. ഓക്കെ, അടുത്ത് വർക്കഹോളിക്. വർക്ക് പ്ലസ് ആൽക്കഹോളിക്, വർക്കഹോളിക് എന്ന് പറയാം. ഇവിടെ വർക്കഹോളിക് എന്ന് പറഞ്ഞാൽ ജോലിയിൽ ഒത്തിരി എന്താണ് ആത്മാർത്ഥത കാണിക്കുന്ന, എപ്പോഴും ജോലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, റെസ്റ്റ് എടുക്കാതെ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മളെന്ന് പറയും വർക്കഹോളിക് എന്ന് പറയും. എപ്പോഴും പുള്ളിക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, ജോലി ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാൾ, ആ ഒരു ക്യാരക്ടറുള്ള ആളിനെയാണ് നമ്മൾ വർക്കഹോളിക് എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ ലീവുകൾ പോലും എടുക്കാതെ എന്ത് ചെയ്യും, ജോലി ചെയ്യും. അടുത്ത് ഇൻഫോർടൈൻമെൻറ്റ് ഉണ്ട്, ഇൻഫർമേഷൻ പ്ലസ് എൻ്റർടൈൻമെൻറ്റ്, അതാണെന്ത് ഇൻഫോർടൈൻമെൻറ്റ്. അടുത്ത് ഗ്ലാമ്പിങ്, ഗ്ലാമറസ് പ്ലസ് ക്യാമ്പിങ്. അടുത്ത് ബയോപിക്, ബയോഗ്രഫിക്കൽ പ്ലസ് പിക്ചർ, അതാണ് ബയോപിക്. അടുത്ത് ഇൻ്റർനെറ്റ് പ്ലസ് സിറ്റിസൺ, എന്താ നെറ്റിസൺ. അടുത്ത് ചില്ലാക്സ്, ചിൽ പ്ലസ് റിലാക്സ്, അതാണ് ചില്ലാക്സ്. അടുത്ത് ടെലിവാഞ്ചലിസ്റ്റ്, ടെലിവിഷൻ പ്ലസ് ഇവാഞ്ചലിസ്റ്റ്, അങ്ങനെ ചേരുമ്പോൾ കിട്ടുന്ന വാക്കാണ് ടെലിവാഞ്ചലിസ്റ്റ്. അപ്പം ഇതാണ് പോർട്ട്മാന്റ്യൂ വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ,